നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, ട്രംപും സെലൻസ്കിയുമായിട്ട് ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന സ്പാറ്റ്, അതായത് അടിപിടിയല്ല, ഫിസിക്കൽ അടിപിടിയല്ല. അപ്പോൾ അന്ന് അത് കഴിഞ്ഞ് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്ത് രാത്രി തന്നെയാണ് പബ്ലിഷ് ചെയ്തത്. അന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇതിന് വലിയ പാളിച്ച ഉണ്ടായേക്കുന്നത് ഉക്രൈനാണ്. കാരണം അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യമാണ് അവരെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വാക്ക് യൂസ് ചെയ്തു, കോമാളി, ജോക്കറിനെ പോലെയാണെന്ന്. അപ്പോൾ ഉണ്ടായ സംഭവം നിങ്ങൾ വായിച്ച് നോക്കി, ഏറ്റവും ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്. അതായത് അമേരിക്കൻ ഫോഴ്സ് വിഡ്രോ ചെയ്ത് കഴിഞ്ഞപ്പോൾ, കാരണം വൈറ്റ് ഹൗസ് തീരുമാനമെടുത്ത ശേഷം ഉക്രൈൻ പത്രങ്ങൾ, അതായത് സെലൻസ്കിയുടെ നാട്ടിലുള്ള സെലൻസ്കിയെ പിന്തുണച്ച പത്രങ്ങൾ ഈ സെലൻസ്കിയെ വിളിച്ച കോമാളി എന്ന ജോക്കർ എന്ന് വിളിച്ചു. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പേ പറഞ്ഞു ഇന്ന് അവർ വിളിച്ചു. ഇറ്റാലിയൻ പത്രങ്ങൾ സെലൻസ്കിയെ പറഞ്ഞ കോമാളി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഫ്രഞ്ച് പത്രങ്ങൾ, ജർമ്മൻ പത്രങ്ങൾ, പോളിഷ് പത്രങ്ങൾ, ഹംഗേറിയൻ പത്രങ്ങൾ, യൂറോപ്പിലെ പല രാജ്യങ്ങളിലും അവരെല്ലാം ഈ സെലൻസ്കിയെ വിളിച്ചത്, അതായത് വ്ളാദിമിർ സെലൻസ്കി എന്ന് പറഞ്ഞ് ഉക്രൈൻ പ്രസിഡന്റ് വിളിച്ച കോമാളി എന്നാണ്. ഈ രാജ്യങ്ങളെ മുഴുവൻ അവരുടെ സെക്യൂരിറ്റി പോലും നശിപ്പിക്കുന്ന രീതിയിൽ ഈ ഉക്രൈൻ പ്രസിഡന്റ് പെരുമാറി. എന്തിനാണ് അമേരിക്കയുമായിട്ട് പിണങ്ങി വന്നത്? എന്ത് കാര്യത്തിൻ്റെ പേരിലാണ് അവിടെ സ്പാറ്റ് ഉണ്ടായത്? എന്ത് ഇഷ്യൂ ആണ്? അവർ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നില്ലേ? നിങ്ങൾക്ക് സെക്യൂരിറ്റി എല്ലാ കാര്യങ്ങളും വ്യക്തമായ ക്ലാരിറ്റി നേരത്തെ കൊടുത്തിരുന്നു. നിങ്ങളുടെ സെക്യൂരിറ്റിയുടെ കാര്യം, ഫ്യൂച്ചറിൻ്റെ കാര്യം തീരുമാനിക്കേണ്ടത് യൂറോപ്പാണ്, അത് അമേരിക്ക അല്ല. അവസാനം എന്താണ് ഉക്രൈൻ പ്രസിഡന്റ് കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ട്വിറ്ററിൽ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് വളരെ നീളത്തിൽ. അതായത് അന്നുണ്ടായ സംഭവം റിഗ്രറ്റബിൾ, അതിൽ ഖേദിക്കുന്നു, തെറ്റായിപ്പോയി, ഒരിക്കലും പാടില്ലാത്ത കാര്യം ഞാൻ ചെയ്തു, എന്നോട് ക്ഷമിക്കണം. ആ വാക്കുപയോഗിച്ചേക്കുവാണ്, അപ്പോളജി. വീണ്ടും പറഞ്ഞത്, ട്രംപാണ് ഞങ്ങളുടെ നേതാവ്, ട്രംപ് പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാം, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഡീൽ സൈൻ ചെയ്യാൻ തയ്യാറാണ്, ട്രംപ് പറഞ്ഞാൽ മതി. ഇതല്ലേ ട്രംപ് പറഞ്ഞുള്ളൂ. എന്നിട്ട് എന്താ ട്രംപ് എന്ന് പറഞ്ഞു ഓർമ്മയുണ്ടോ? അതായത് ജാവലിൻ, അതായത് ആൻറ്റി ടാങ്ക് മിസൈൽ, അത് ആൾക്കാർ തോള വെച്ച് ടാങ്കിനടിക്കുന്ന മിസൈൽ, ഇതാണ് അതിന് ഹിമാർ എന്ന് പറയുന്ന ഈ സംഭവത്തിൽ ലേറ്റസ്റ്റ് വേർഷൻ. അപ്പോൾ അതും പറഞ്ഞു, ട്രംപാണ് ഈ പറയുന്ന ആൻറ്റി ടാങ്ക് ജാവലിൻ തന്ന ഹിമാർ തന്നത്, ട്രംപിനോട് എത്രമാത്രം യുക്രൈൻ കടപ്പെട്ടിരിക്കുന്നു. ഇതല്ല ഈ കോമാളി കാണിച്ച വിഡ്ഢിത്തരം. സ്റ്റേജ് ഷോ അല്ല, വാറെന്ന് പറഞ്ഞ് തീർത്തേ മതിയാവത്തുള്ളൂ. അമേരിക്ക വിഡ്രോ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിനൊരു ദിവസം മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, യൂറോപ്യൻ രാജ്യങ്ങൾ ഉക്രൈന് ഭയങ്കര പിന്തുണ പ്രഖ്യാപിക്കുന്നു. കാരണം ബ്രിട്ടനിൽ നടന്ന സെക്യൂരിറ്റി കോൺഫറൻസ്, അതിനകത്ത് കീത്ത് സ്റ്റാമറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഉക്രൈൻ പ്രസിഡന്റ് ഇരിക്കുന്നു, റൈറ്റ് സൈഡിൽ ഇമാനുവൽ മാക്രോൺ ഇരിക്കുന്നു. ഇവർ 2 രാജ്യങ്ങളും, സ്റ്റാമറും മാക്രോണും തീരുമാനിക്കുന്നു അവരുടെ ജോയിൻ്റ് കോയലേഷൻ ഫോഴ്സിനെ അങ്ങോട്ട് അയക്കാം. പിന്നീട് എന്താ ഉണ്ടായത്? യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു ഞങ്ങളും ഫോഴ്സിനെ അയക്കാം. പിന്നീട് യൂറോപ്യൻ യൂണിയൻ്റെ അത് അടിപിടിയായി. പോളണ്ട് പറഞ്ഞ് അവർക്ക് പറ്റില്ല. കാരണം അവർക്കൊന്നും അമേരിക്കയെ പേടിയാണ് ഈ രാജ്യങ്ങൾക്കൊക്കെ. കാരണം അമേരിക്ക വിഡ്രോ ചെയ്തു, ഈ രാജ്യങ്ങളുടെ സോൾജേഴ്സ് അവിടെ പോയി, അമേരിക്കയുടെ ബാക്കപ്പ് ഇല്ലാതെ അവിടെ പിന്നെ എന്ത് സംഭവിക്കുന്നു? കാരണം ഈ രാജ്യങ്ങളിലെ ലൈഫ് തന്നെ, ഈ ഫ്യൂച്ചർ തന്നെ, ഈ സൈനികൻ്റെ ലൈഫ് തന്നെ സ്റ്റീക്കിലായി പോവും. കാരണം ഭയങ്കര ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത് മുഴുവനും. അതാണ് JD വാൻസ് പറയുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നത് പോലെയല്ല യൂറോപ്യൻ രാജ്യങ്ങൾ ഞങ്ങളോട് പേഴ്സണലി പറയുന്നത്. ഇവരെല്ലാം പറയുന്നു ഉക്രൈൻ പ്രസിഡന്റ് കാണിച്ച തെറ്റായിപ്പോയി. ഇറ്റലി പറഞ്ഞു, മെലോനി പറഞ്ഞു ഞങ്ങൾ വിടില്ല, ഞങ്ങൾക്ക് അത് കഴിഞ്ഞുള്ള ബന്ധമൊക്കെ മതി, എന്താണ് അമേരിക്ക പറയുന്നത് അതനുസരിച്ച് ഉക്രൈൻ പോകണം, ഇവിടെ യുദ്ധം പാടില്ല, ഇവിടെ ഇറ്റാലിയൻ സൈന്യത്തെ വിടില്ല. ഹംഗറി പറഞ്ഞു വിടില്ല, മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും പറഞ്ഞു വിടില്ല, ജർമ്മനി ഒന്നും മിണ്ടിയില്ല. ടർക്കി നേരെ ടേൺ തിരിഞ്ഞു, അവർ സൈലൻ്റായി, അവർ വിടാനും പറഞ്ഞില്ല, വിഡ്രോ എന്നും പറഞ്ഞില്ല. ഇതല്ലേ ഞാൻ പറഞ്ഞുള്ളൂ സംഭവം. എന്താണ് അമേരിക്ക ലോക പോലീസ് തീരുമാനിക്കുക, അതനുസരിച്ചേ മറ്റുള്ള രാജ്യങ്ങൾ തീരുമാനിക്കുകയുള്ളൂ. ഇത് ക്ലാരിറ്റി ഉണ്ട്. നിങ്ങളത് എന്തൊക്കെയാണ് പറഞ്ഞത്? നിങ്ങൾ ഇമോഷണലി പറയാതെ
ഒരു ഗ്രൗണ്ട് റിയാലിറ്റി, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ വാർ നടക്കുക. അതിനകത്തൊരു പെട്ടെന്ന് സീസ് ഫയർ ഉണ്ടാകണം, അതിനൊരു സൊല്യൂഷൻ, അതിനെല്ലാം വേണം. എല്ലാം കിട്ടിയ ശേഷമേ ഞാൻ വാർ നിർത്തൂ എന്ന് ഒരു രാജ്യത്തിനും പറയാൻ പറ്റത്തില്ല. ആദ്യം സീസ് ഫയർ കൊണ്ടുവരിക, എന്നിട്ട് ഡീല് നെഗോഷിയേറ്റ് ചെയ്യുക, പല രാജ്യങ്ങളും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുക, അതിനുശേഷം തീരുമാനത്തിലെത്തുക. ആദ്യം എന്തൊക്കെ ഉക്രൈൻ, യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അവരെ പെടുത്തണം, ഇവരെ പെടുത്തണം, ഒന്നുമില്ല. ഇപ്പോൾ ഒരു ഡിമാൻഡും ഇല്ല. കാരണം ഒറ്റ മൂവ്മെൻ്റ് അമേരിക്ക നടത്തിയുള്ളൂ. അമേരിക്കൻ എയ്ഡും ഡിഫൻസ് ഫോഴ്സും അവിടുന്ന് ബാക്കപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. എന്താ പേടിച്ചു പോയത് ഈ സമയത്തൊക്കെ? അതാണ് റഷ്യൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡന്റ് കൊടുത്തിരിക്കുന്ന പ്രോമിസ്. ഈ സമയത്ത് വേണമെങ്കിൽ റഷ്യക്ക് അവിടെ മിസൈൽ കൊണ്ടിടാം, ഹൈപ്പർസോണിക് മിസൈൽ അടിക്കാൻ കീവിൽ. കാരണം അമേരിക്ക പിന്മാറുവാണ്. അവർ ചെയ്തില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റിനോട് പറഞ്ഞ വാക്ക് ഇതാണ്. ഈ ട്രംപ് പറഞ്ഞു, നിങ്ങളോട് ഈ ബൈഡനോടും ഒബാമയോടും റഷ്യ കൊടുത്ത വാക്കല്ല ഞാൻ പറയുന്ന വാക്ക്. ഈ വധകൾ അത് എടുത്തെടുത്ത് പറയുന്നുണ്ട് ട്രംപ്. ഇത് പ്രോമിസാണ്. കാരണം ഈ ഒരു ഡീല് സൈൻ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങളുടെ റോൾ ആവശ്യമില്ല. യൂറോപ്പിൻ്റെ സെക്യൂരിറ്റി യൂറോപ്പ് നോക്കുക, നിങ്ങളുടെ സെക്യൂരിറ്റി നിങ്ങൾ നോക്കുക, പക്ഷേ നിങ്ങളെ ഞങ്ങൾ പിന്തുണയ്ക്കും. അവിടെ ബേസോ സെക്യൂരിറ്റിയോ ഞങ്ങൾ തരുന്നത്, പക്ഷേ നിങ്ങളെ പിന്തുണയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കൃത്യമാണ് ഈ സംഭവം. അപ്പം ഇതിനടുത്ത് ട്രംപിൻ്റെ സംഭവം എന്തോ, അമേരിക്ക കൊടുത്ത പണം വേണം തിരികെ. അതിനുവേണ്ടി ഇവരിൽ പണമില്ല. അതുകൊണ്ട് അവിടെയുള്ള റെയർ എർത്തും ഈ സംഭവങ്ങളും അവിടുത്തെ LNG ആണെങ്കിലും ഗ്യാസും അതിൻ്റെ അകത്തുനിന്ന് ലാഭം എടുത്തിട്ട് 50% ഉക്രൈന് കൊടുക്കുന്നു, ബാക്കി അമേരിക്കയും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ എടുക്കുന്നു. അവിടെയും പറഞ്ഞ അമേരിക്ക, ഉക്രൈൻ റീബിൽഡ് ചെയ്യാൻ ഞങ്ങൾ സഹായിക്കാം. എന്താണ് ഇപ്പോഴെല്ലാം ഉക്രൈൻ സറണ്ടർ ആയത്, എല്ലാം ചെയ്യാൻ തയ്യാറായല്ലോ. ഇപ്പോൾ ഒരു ഡിമാൻഡും ഇല്ല. ഇതെല്ലാം അയാൾ പറഞ്ഞുള്ളൂ. അപ്പം നിങ്ങൾ ഇമോഷണലായിട്ട് കയറി കമൻ്റ് ഇട്ട് ഈ പറയുന്ന ഉക്രൈൻ ഇത് കാണിച്ച തെറ്റാണ്, അത് കാണിച്ച തെറ്റാണ്, ഇത് കാണിച്ച തെറ്റാണ്. ഇവിടെ ഒറ്റൊരു അജണ്ട മാത്രമേ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാവൂ, വാർ നിൽക്കണം. ഞാൻ ബേസിക്കലി ഈ പുട്ടിനേക്കാളും ഞാൻ സപ്പോർട്ടീവായിട്ട് ഉക്രൈൻ്റെ കൂടെ. കാരണം റഷ്യ അവിടെ ഇൻവേഡ് ചെയ്തതാണ്. റഷ്യ ഒരു കാരണവശാലും ചെയ്യാത്ത കാര്യം അത് ചെയ്തു. പക്ഷേ ഇത്രയും നാൾ വാർ കൊണ്ട് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് ആർക്കാ? ഉക്രൈന് കിട്ടി, അതേപോലെ റഷ്യക്ക് കിട്ടി. റഷ്യയുടെ ഏതാണ്ട് 2.5 ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത്. ഉക്രൈനിൽ ഏകദേശം എത്ര പേരാണ് ഡിസ്പ്ലേസ്ഡ് ആയപ്പോൾ എത്ര പേരാണ് കൊല്ലപ്പെട്ടത്? 60,000 പേരെ കാണാനില്ല. ഇനി ഇത് ഫർദർ എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? വാർ അങ്ങനെ തീരത്തില്ല, ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം ഇത് വാർ തീർക്കണം, അതാണ് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അത് തന്നെയാണ് ട്രംപ് പറഞ്ഞത്. പല ആവർത്തി പ്രസിഡന്റ് പുടിനുമായിട്ട് സംസാരിച്ചു. അതിനുശേഷമാണ് ഒരു നെഗോഷിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത്. അപ്പം അമേരിക്ക പറഞ്ഞ ചില കാരണങ്ങൾ, അതായത് ഈ ഉക്രൈൻ്റെ ഡിമാൻഡ് അതവർ അംഗീകരിക്കാൻ തയ്യാറാണ്. അതനുസരിച്ചാണ് ഫർദർ ഈ ഡ്രാഫ്റ്റ് ഡീല് കൊണ്ടുവന്നത്. അപ്പോൾ അതും തെറ്റിച്ച് ബഹളം ഉണ്ടാക്കി ഇതെല്ലാം പറഞ്ഞൊപ്പിച്ചതാണ്. എല്ലാം അന്യോന്യം എഗ്രിമെൻറ്റിൽ വന്നതാണ്. പിന്നീട് അതെല്ലാം തെറ്റും പറഞ്ഞ് അത് നാശക്കോടാലിയാക്കിയിട്ട് അത് കോളമാക്കി മാറ്റി. അതായത് പോപ്പുലാരിറ്റി ഉണ്ടായിരുന്ന ഈ വ്ളാദിമിർ സെലൻസ്കി അയാളുടെ പോപ്പുലർ നേരെ ഡിപ്പ് ചെയ്തു. അതാണ് പറയുന്നത്, നിങ്ങൾ ക്യാമറയുടെ മുമ്പിൽ പറയുന്നതല്ല ഇത് പുറത്തുണ്ടാകുന്ന സംഭവം. കാരണം എല്ലാ രാജ്യങ്ങൾക്കും അപ്രിഹെൻഷനുണ്ട്. ഈ വാർ ഫർദർ എസ്കലേറ്റ് ചെയ്യുവാണെങ്കിൽ, മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെ വലിയ കുഴപ്പത്തിലാകും. അവരുടെ സെക്യൂരിറ്റി അല്ലേ, എക്കോണമി കുഴപ്പത്തിലാകും. കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ആ സിസ്റ്റത്തെ ഡീറെയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഖാന്തരം പല രാജ്യങ്ങളുടെ എനർജി അത് വലിയ ക്രൈസിസിലാണ്. ഈ രാജ്യങ്ങളെല്ലാം ബേസിക്കലി അവരുടെ എക്കോണമി താഴോട്ട് പോവുകയാണ്, ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഈ സമയത്ത് ഉക്രൈനിൻ്റെ അകത്ത് ഈ കോമാളി ഇതിനകത്ത് ഈ വിഡ്ഢിത്തരം കാണിച്ചില്ലായിരുന്നുവെങ്കിൽ ഇത് വളരെ സ്മൂത്തായിട്ട് പോകേണ്ട ഒരു സംഭവമാണ്. അതിനെ കുളമാക്കി അവസാനം പിടികിട്ടി. അമേരിക്ക രണ്ടും കൽപ്പിച്ച് തന്നെയാണ് പെട്ടെന്ന് അയാൾ കാലയെ പിടിച്ച് സാക്ഷാൽ ട്രംപിൻ്റെ കാലയെ പിടിച്ചേക്കാണ്. അതില്ലെങ്കിൽ പറയുക ട്രംപാണ് ഞങ്ങളുടെ ലീഡർ, സ്ട്രോങ് ലീഡർഷിപ്പാണ് ട്രംപ് പറയുന്ന പോലെ ഞങ്ങൾ പോകാം. ഇതല്ലേ ട്രംപ് എന്തുവാ പറഞ്ഞത്? നീ കാലയിലൊന്നും പിടിക്കേണ്ട, ലീഡർഷിപ്പൊന്നുമില്ല, ഈ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോയാൽ വാറും നിൽക്കാം, എല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്ത് റീബിൽഡ് ചെയ്യാം. അതായത് ട്രംപിനെ കൊണ്ട് പറയിപ്പിക്കുന്ന റഷ്യ ടെററിസ്റ്റാണ്, ട്രംപിനെ കൊണ്ട് പറയിപ്പിക്കുന്ന റഷ്യ ഇൻവേഡ് ചെയ്ത് ചീറ്റ് ചെയ്ത്, അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം നെഗോഷിയേറ്റ് ചെയ്യുന്ന സമയമാണ്.
ഇപ്പം ഇവിടെ ലാഭവും കുറച്ചിലും ഒരാൾ കൂടുതൽ ഒരാൾ കുറച്ചെന്ന് പറയാൻ പറ്റില്ല. കാരണം എങ്ങനെങ്കിലും വാറ് നിൽക്കണം. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അമേരിക്ക മുന്നോട്ടിറങ്ങിയത്, അതും യൂറോപ്യൻ രാജ്യങ്ങൾ നിർബന്ധിച്ച ശേഷം. ഇവിടെയാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വലിയ രീതിയിലുള്ള ബ്രേക്ക് ത്രൂ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഉക്രൈനും കുഴപ്പമില്ല, യൂറോപ്യൻ രാജ്യങ്ങൾക്കും കുഴപ്പമില്ല, ആർക്കും കുഴപ്പമില്ല, എല്ലാവരും റെഡിയാണ്, ഞങ്ങൾ തയ്യാർ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പം എന്നെ കുറ്റം പറയുകയും തെറി പറഞ്ഞു. നിങ്ങളപ്പോൾ എന്ത് പറയുന്നു? നിങ്ങളുടെ അഭിപ്രായം എനിക്കറിയാൻ താല്പര്യമുണ്ട്. കമൻറ്റ് ബോക്സിൽ എഴുതുക.